എങ്കിലും സഹായമില്ലാതെ ടിവിയോ എസിയോ ഒന്നും വർക്കാക്കാത്ത രൂപത്തിൽ അത് ഹൈജാക്ക് ചെയ്യാൻ അതല്ലെങ്കിൽ ജാമാക്കാൻ സാധിക്കുമായിരുന്നു എന്നതൊരു ചോദ്യമാണ്. അപ്പോൾ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യൻ വെറുതെ വിചാരിച്ചാലും സാധ്യമല്ല, അതിനകത്തുള്ള ആളുകളുടെ സഹായത്തോടു കൂടി അല്ലാതെ. പിന്നെ ആരും കേൾക്കാതെ പോയ, ആരും റിപ്പോർട്ട് ചെയ്യാതെ പോയ ഒരു ശബ്ദവും കൂടി ഇപ്പോഴിതാ പുറത്തു വരുന്നുണ്ട്. RATയുടെ ഒരു മുരൾച്ച ഉണ്ടായിരുന്നത്രേ. ഈ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ശബ്ദമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ആദ്യം വരുന്ന റിപ്പോർട്ടുകൾ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ആ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്ന് പുറത്തു വരാൻ ഒരല്പസമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇതാ വന്നു. വിമാന ദുരന്തത്തെക്കുറിച്ച് വ്യോമയാന വിദഗ്ധനും എയറോനോട്ടിക്കൽ വിദഗ്ധനുമായ ജേക്കബ് കെ ഫിലിപ്പ് കഴിഞ്ഞ ദിവസം വിമാന അപകടത്തിലെ സംഭവിച്ചേക്കാവുന്ന ചില പിഴവുകളും അപാകതകളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു ശബ്ദത്തെക്കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ മാത്രം വിമാനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന റാം എയർ ടർബൈൻ, അതായത് റാറ്റ് എന്ന ചെറിയ വൈദ്യുതി ജനറേറ്ററിന്റെ കൃത്യമായി വേറെ ഒരു കാര്യവും കൂടി ഈ വിഷയ സംബന്ധമായിട്ട് നമ്മളൊന്ന് കാണണം. 600 അടി പൊക്കത്തിൽ വിമാനത്തിന്റെ ചക്രങ്ങൾ താഴ്ന്നിരുന്നു എന്ന് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് തന്നെ കണ്ടതാ. ഒരുപാട് ആളുകൾ അതിനെ സംബന്ധിച്ചിട്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെ കൂടുതൽ അണ്ടർലൈൻ ചെയ്ത് കണ്ടില്ല. എങ്ങനെയാണ് അതിന്റെ ചക്രങ്ങൾ താഴ്ന്നിരുന്നത്? അങ്ങനെ ഇത്രയും ആളുകളുടെ ജീവൻ വെച്ചിട്ട് അശ്രദ്ധ കാണിക്കാൻ പാടുണ്ടോ? ആ രൂപത്തിൽ അശ്രദ്ധനായിരുന്നോ പൈലറ്റ് അടക്കമുള്ള ഇതിന്റെ ടെക്നിക്കൽ എഞ്ചിനീയർമാരൊക്കെ ആണല്ലോ ഇത് നേരത്തെ തന്നെ നോക്കി വിലയിരുത്തി ഇത് കുറ്റമറ്റ രൂപത്തിൽ യാത്രയ്ക്ക് പാകമാണ് എന്നൊക്കെ വിലയിരുത്തി എന്നാണല്ലോ പറയപ്പെടുന്നത്. ഇത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് നിരൂപണങ്ങളും നിരീക്ഷണങ്ങളും വരുമ്പോൾ നമുക്കും തോന്നുവാണ് ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് അറിയണമല്ലോ. കാരണം നമ്മുടെയൊക്കെ ജീവനും അപകടത്തിലാണല്ലോ. തിരിച്ചറിയാവുന്ന മുരൾച്ച പോലെയുള്ള ശബ്ദം വീഡിയോ കാണുക മാത്രം ചെയ്യുക. ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്ന ഈ ഒരു ശബ്ദത്തെക്കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം ഇന്ന് പങ്കുവച്ച പോസ്റ്റിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇന്നലത്തെ എയർ ഇന്ത്യ വിമാന അപകടത്തെ പറ്റിയുള്ള വാർത്തകളിലും വിശകലനങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. 600 അടി പൊക്കത്തിൽ വിമാനത്തിന്റെ ചക്രങ്ങൾ താഴ്ന്നു തന്നെ ഇരുന്നതും ഫ്ലാപ്പുകൾ നേരെയാകാതിരുന്നതും വ്യക്തമാക്കിയ വീഡിയോയിൽ വളരെ കുറച്ചു മാത്രം ശ്രദ്ധിക്കപ്പെട്ട കാര്യം ഒരു ശബ്ദമായിരുന്നു. ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ മാത്രം വിമാനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന റാം എയർ ടർബൈൻ, അതായത് റാറ്റ് എന്ന ചെറിയ വൈദ്യുതി ജനറേറ്ററിന്റെ കൃത്യമായി തിരിച്ചറിയാവുന്ന മുരൾച്ച പോലുള്ള ശബ്ദം വീഡിയോ കാണുന്ന മാത്രം ചെയ്തപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്നു. വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ സ്വീകരിക്കുന്ന വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലാവുക, ആ സാഹചര്യത്തിൽ പ്രവർത്തനം ആരംഭിക്കേണ്ട ഓക്സിലറി പവർ യൂണിറ്റ് എന്ന ചെറിയ ജനറേറ്ററും പ്രവർത്തിക്കാതെ ആവുക, ഇത് രണ്ടുമില്ലെങ്കിലും വിമാനത്തിന് ഊർജം നൽകേണ്ടിയ ബാറ്ററി യൂണിറ്റും നിശ്ചലമാവുക. ഈ സാഹചര്യത്തിൽ മാത്രമാണ് റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങുക. മറ്റു വിമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രീം ലൈനർ വിമാനത്തിലെ റാറ്റ് പൈലറ്റുമാർക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ കഴിയുകയുമില്ല. മേൽ പറഞ്ഞ ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ തനിയെ ഓൺ ആവുകയാണ്. ഇന്നലെ റാറ്റ് ഓണായി എന്നതിന്റെ ആദ്യത്തെ അർത്ഥം ഇതാണ്. വൈദ്യുതി ഈ ശബ്ദം അധികം ആളുകൾ ആരും ഈ ശബ്ദത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്ന് ഇനിയും നിഗമനങ്ങൾ ഒരുപാട് പുറത്തു വരാറുണ്ട്. പക്ഷേ ഈ രക്ഷപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, എന്താണ് രമേശ് അല്ലെ, വിശ്വാസ് രമേശ്, അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അദ്ദേഹം പറയട്ടെ, അതിനകത്ത് എന്തെങ്കിലും വസ്തുതകളുണ്ടോ എന്ന് കൂടി നോക്കാം. നടുക്കിയ ഒരു വിമാന ദുരന്തമായിരുന്നു ഇന്നലെ അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഉണ്ടായത്. സ്ഥിരീകരിക്കാനായിട്ട് കഴിയുന്ന മരണം എന്ന് പറയുന്നത് 265 പക്ഷേ അതിനപ്പുറം അന്താരാഷ്ട്ര മാധ്യമ ഏജൻസിയായ റോയിറ്റേഴ്സ് അടക്കം ഇത്തരത്തിൽ 294 മരണം വരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. എന്നിരുന്നാൽ പോലും 265 മൃതദേഹങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ സർക്കാർ സിവിൽ ഹോസ്പിറ്റലിൽ ഉള്ളതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. അതുകൊണ്ടാണ് സ്ഥിരീകരിക്കുന്ന കണക്ക് 265 എന്ന് ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അവിടുത്തെ പ്രദേശവാസികളിൽ ഇനിയും പലരെയും കണ്ടെത്താനുണ്ട് എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പരിക്കേറ്റവർ അതീവ ഗുരുതരമായി തന്നെ ആശുപത്രിയിൽ കഴിയുന്നുവെന്ന സാഹചര്യം ഉള്ളതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും ആശങ്ക ഇപ്പോൾ നമുക്ക് മുന്നിൽ അവശേഷിക്കുകയാണ്.
എന്നാൽ മരണസംഖ്യ 290 മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത വിവരം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെക്നിക്കലി പുറത്തു വന്നിട്ടുള്ള അറിയിപ്പുകൾ മാത്രമാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലി നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കും. അതിൽ തന്നെ എയർ ഇന്ത്യ കൺഫേം ചെയ്തിട്ടുള്ള മരണം എന്നതാണ് സാങ്കേതികമായിട്ട് വളരെ കൃത്യമായിട്ടുള്ളത്. അതായത് യാത്രക്കാർ 230, 12 ക്രൂ മെമ്പേഴ്സ്, അങ്ങനെ 242 പേരിൽ 241 പേരും മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ രഞ്ജിത ഉൾപ്പെടെ 169 ഇന്ത്യക്കാരാണ്. 70 വിദേശ പൗരന്മാർ മരിച്ചു. ആ 70 വിദേശ പൗരന്മാരിൽ 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ്, 7 പേർ പോർച്ചുഗീസ് സ്വദേശികളാണ്, ഒരു കനേഡിയൻ പൗരനും മരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരിൽ 11 കുട്ടികളും 2 കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കീർണമാക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു അപകടം സംഭവിച്ച വിമാനം തകർന്നു വിമാനത്തിലുള്ളത് വളരെ പെട്ടെന്ന്, ഒരുപക്ഷെ പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും ഒക്കെ തന്നെ ക്ഷമതയുള്ള ഇന്ധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പോട്ടിന് രമേശ് പുറത്തേക്ക് ചാടിയ സമയവും ഒപ്പം ഈ വിമാനം കെട്ടിടത്തിലേക്ക് പതിക്കുന്ന ആ ഒരു സമയവും ഏതാണ്ട് തുല്യമായിരുന്നിരിക്കാം, ഒരേ സമയത്തായിരിക്കും. അല്ലായെങ്കിൽ ഇത്രയും പരിക്കുകളല്ല രമേശിന് ഉണ്ടാവുകയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം സാധാരണ നമ്മൾ 5-6 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു വ്യക്തി പെട്ടെന്ന് താഴേക്ക് ചാടിയാൽ പോലും ഉണ്ടാകുന്ന പരിക്കുകൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രമേശ് അങ്ങനെ ഒരു തുല്യമായ സമയത്തിൽ ചാടാൻ പറ്റിയതായിരിക്കണം ഒരുപക്ഷെ രമേശിന് ഇത്തരത്തിൽ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. എന്തായാലും രമേശ് ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപകടത്തിന്റെ സ്വഭാവം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ ശേഖരിക്കാനായിട്ട് സാധിച്ചു. ഇനി മറ്റൊരു പ്രതിസന്ധി എന്നത് പലരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് അവിടെയുള്ളത്. പറയുന്നത് വളരെ ദുഃഖകരമാണെങ്കിൽ പോലും യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല. പല മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ചിന്നിച്ചിതറിയ നിലയിലൊക്കെയാണ് ആ ദുരന്തമുഖത്തുള്ളത്. പക്ഷെ നമുക്കറിയാം, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, അപകടം ഉണ്ടാകുമ്പോൾ ഒരു ശരീരാവശിഷ്ടമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ലഭിച്ചാൽ അത് DNA പരിശോധനയോടെ തിരിച്ചറിഞ്ഞ് ആ ശരീരാവശിഷ്ടങ്ങളടക്കം അത് ബന്ധുക്കൾക്ക് കൈമാറുന്നതാണ് രീതി. കാരണം വൈകാരികമായിട്ടുള്ള യാത്രയപ്പ് ചടങ്ങുകൾ വിവിധ മതവിശ്വാസത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഈ യാത്ര തിരിച്ചവരിൽ പലരും ദൈവവിശ്വാസികൾ, ഈശ്വരവിശ്വാസികളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ പല ജാതിയിലും മതത്തിലും ഒക്കെ തന്നെ ഉൾപ്പെടുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. എന്തായിരുന്നാലും നമുക്ക് അതൊന്നും കാണണ്ട. ദൈവവിശ്വാസത്തെ കുറിച്ചിട്ടല്ലല്ലോ നമുക്കിവിടെ സംസാരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ലാൻഡിംഗ് ഗിയർ വലിക്കാത്തത് എന്നതൊരു ചോദ്യമുണ്ട്. വിമാനത്തിന് എന്തോ അപകടം പറ്റി എന്ന് മനസ്സിലായി. പച്ചയും വെള്ളയും നിറത്തിലുള്ള ലൈറ്റുകൾ തെളിഞ്ഞു എന്നാണ്. എന്റെ കൺമുമ്പിലാണ് എല്ലാം സംഭവിച്ചത്. ഞാനും മരിച്ചുവെന്നാണ് കരുതിയത്. എങ്ങനെയാണ് ഞാൻ ജീവനോടെ പുറത്തു കടന്നതെന്ന് എനിക്കറിയില്ല. വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പറയുമ്പോൾ വിശ്വാസ് കുമാർ രമേശിന് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. അവിശ്വസനീയം എന്ന് മാത്രമേ വിശ്വാസിന്റെ രക്ഷപ്പെടലിനെ വിവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് എനിക്കറിയില്ല. കുറച്ചു നേരത്തേക്ക് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതി. പക്ഷേ ഞാൻ കണ്ണു തുറന്നപ്പോഴാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ സീറ്റ് ബെൽറ്റ് തുറന്ന് അവിടെ നിന്ന് ഇറങ്ങി. കൺമുന്നിൽ വച്ചാണ് 2 എയർ ഹോസ്റ്റസുമാർ. വിമാന അപകടത്തിൽ ജീവനോടെ രക്ഷപ്പെട്ട ഏക വ്യക്തിയായ വിശ്വാസ് കുമാർ രമേശ് പറയുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട 40-കാരനായ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ രമേശ് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അതിൽ നിന്ന് എങ്ങനെ ജീവനോടെ പുറത്തു വരാൻ കഴിഞ്ഞുവെന്ന് അറിയില്ല. കുറച്ചു നേരത്തേക്ക് ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് കരുതി, അദ്ദേഹം ദൂരദർശന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തെ 11A സീറ്റിലായിരുന്നു വിശ്വാസ് ഇരുന്നത്. വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് നിഗമനം. ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്താണ് ഞാൻ ഇറങ്ങിയത്. അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. കെട്ടിടത്തിന്റെ മതിൽ എതിർവശത്തായിരുന്നു. ആർക്കും ആ വഴി പുറത്തു വരാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു. എന്റെ കയ്യിൽ പൊള്ളലേറ്റു. എന്റെ കൺമുന്നിൽ വെച്ചാണ് 2 എയർ ഹോസ്റ്റസുമാർ മരിച്ചത്, വിശ്വാസ് പറഞ്ഞു. ടേക്ക് ഓഫ് ചെയ്ത 1 മിനിറ്റിന് ശേഷം വിമാനത്തിന് എന്തോ അപകടം പറ്റിയെന്ന്. ഏതാണ്ട് ഈ ഒരു വ്യക്തി മാത്രം രക്ഷപ്പെടുന്നു. അദ്ദേഹം ഒരുപാട് ഉയർച്ചയിൽ നിന്നല്ല അദ്ദേഹം ചാടിയത് എന്ന് മനസ്സിലാകുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. വേറെ ഒരു വാർത്തയ്ക്കകത്ത് കണ്ടത് അദ്ദേഹം ചാടിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. എന്തായിരുന്നാലും ഏതൊരു വിഷയത്തെ സംബന്ധിച്ചിട്ടും വാർത്തകൾ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. പല രൂപത്തിൽ വിചിത്രമായിട്ടുള്ള പൊരുത്തക്കേടുകളൊക്കെ നമുക്ക് അതിനകത്ത് കാണും. എന്തായിരുന്നാലും ചില ഭയാനകമായ സാധ്യതകൾ ഇതിനകത്ത്. ഭീകരാക്രമണം നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും ജിഹാദികൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? ആരെയെങ്കിലും വിലക്കെടുക്കാനോ സ്റ്റാഫുകളെ ഭീഷണിപ്പെടുത്താനോ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇതൊരു പക്ഷി വന്ന് തട്ടിയതല്ല, ഒരു ബോംബാക്രമണമല്ല, എവിടെയെങ്കിലും ഇടിച്ചതല്ല എന്നൊക്കെ വ്യോമയാന വിദഗ്ധനായിട്ടുള്ള ജൂലിയൻ ബ്രേ അദ്ദേഹത്തിന്റെ 10-30 വർഷത്തെ ഈ മേഖലയിലെ നിരീക്ഷണങ്ങളും പഠനങ്ങളും വെച്ചിട്ട് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊക്കെ. അപ്പോ ഇതൊന്നും